ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു റൈസ് റീഗൺ. അപ്പോൾ പ്ലസ് ടുവിന്റെ മോഡൽ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും നല്ല ഹാപ്പിയാണ്. കാരണം പ്ലസ് ടു മോഡൽ എക്സാം മാത്തമാറ്റിക്സ് ഒരുപാട് കുഴപ്പിക്കാത്ത ഒരു എക്സാം ആണ്. അപ്പോൾ 95% പിള്ളേരും പറഞ്ഞിരിക്കുന്നത് ഈസി ആയിരുന്നു. അപ്പോൾ ബോർഡ് എക്സാം നമുക്ക് ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെ പ്രതീക്ഷിക്കാം. എന്നാലും നിങ്ങൾ അലട്ടുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്, പ്ലസ് വണ്ണിന്റെ മാത്സ് ഇംപ്രൂവ്മെന്റ് എക്സാം. പല മക്കളും ടെൻഷൻ അടിച്ചിരിക്കുകയാണ് എങ്ങനെ മാത്സ് ഇംപ്രൂവ് ചെയ്യാമെന്ന്. പക്ഷെ നിങ്ങൾ ഇതുവരെ ശ്രദ്ധിക്കാത്ത, എന്നാൽ നിങ്ങൾ വിട്ടുപോയ ഒരു അഡ്വാൻറ്റേജിനെ കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. ഈ ബാച്ചിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ബട്ട് ഈ ബാച്ചിന് ശരിക്കും ഇത്രയും ഗതികെട്ട ബാച്ച് വേറെ ഇല്ല എന്നുള്ളതായിരുന്നു പറഞ്ഞിട്ടുണ്ട്. പ്ലസ് ടു സ്റ്റുഡൻസിനേക്കാൾ വലിയ പോരാളി മറ്റാരും തന്നെ ഇല്ല എന്നുള്ളത്. ബട്ട് ഇതുവരെ ആർക്കും കിട്ടാത്ത ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്കുണ്ട്. ഇംപ്രൂവ്മെന്റ് എക്സാമിന് ഇതുവരെ ഒരു മോഡൽ എക്സാം ഉണ്ടായിട്ടില്ലല്ലോ. ബട്ട് ഇത്തവണ പ്ലസ് വണ്ണിന് നടന്ന മോഡൽ എക്സാം നിങ്ങളെ ഇംപ്രൂവ്മെന്റിന്റെ മോഡൽ എക്സാമും കൂടിയാണ്. അതായത് പ്ലസ് വൺ മോഡൽ എക്സാം 2025 നിങ്ങളുടെ ഇംപ്രൂവ്മെന്റ് മോഡൽ എക്സാം ആണ്. സോ മാത്സിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മാത്സിൽ ഇനി ഏത് സബ്ജക്ട് ഇംപ്രൂവ് ചെയ്യുന്ന മക്കളാണെങ്കിലും നിങ്ങൾ ആ സബ്ജക്റ്റിന്റെ മോഡൽ എക്സാം എന്താക്കുക, ആ ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കുക, ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ടി മനസ്സിലാക്കുക. അതേ ലെവലിൽ തന്നെയായിരിക്കും നിങ്ങളുടെ ഇംപ്രൂവ്മെന്റ് എക്സാം ഉണ്ടാകുക. കാരണം സെയിം പേപ്പറാണ്, പ്ലസ് വണ്ണിന്റെയും ഇംപ്രൂവ്മെന്റിന്റെയും സെയിം പേപ്പറാണ് വരുന്നത്. സോ മാത്സിന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഇംപ്രൂവ്മെന്റ് എക്സാം നിങ്ങളുടെ മോഡൽ എക്സാം നിങ്ങളുടെ ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ മോഡൽ എക്സാം ആയിട്ട് പറയാൻ പറ്റും. സോ ഇവിടെ ഒരു പ്രശ്നമുണ്ട് സാറേ, പ്ലസ് വൺ ബോർഡ് എക്സാം ഡിഫിക്കൽട്ട് ആയിരുന്നു. നിങ്ങൾ എഴുതിയ ബോർഡ് എക്സാം അത്യാവശ്യം നല്ല ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പേപ്പറാണ്. സോ അതേ ലെവൽ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി സ്റ്റാൻഡേർഡ് കൂടിയിട്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ മോഡൽ എക്സാം കിടക്കുന്നത്. മോഡൽ എക്സാം ആ ഒരു ലെവൽ പിടിക്കുന്നുണ്ടെന്ന് നമുക്ക് മോഡൽ എക്സാം അനലൈസ് ചെയ്യാൻ മനസ്സിലാവും. വെയിറ്റേജിൽ ഒന്നും മാറ്റില്ല. 2024 തീർച്ചയായിട്ടും നോക്കിയില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അതെടുത്ത് ചെക്ക്ഔട്ട് ചെയ്യണം. ഈ പ്ലസ് വണ്ണിന്റെ മോഡൽ എക്സാം വരുന്നത് സാറ് പറഞ്ഞ പോലെ വെയിറ്റേജിന് യാതൊരു മാറ്റവും ഇല്ല. ബട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ അത്യാവശ്യം നല്ല സ്ഥിരം കണ്ടുവരുന്ന ചോദ്യങ്ങളിൽ നിന്ന് പാറ്റേൺ ഒരുപാട് ഡിഫറെന്റ് ആയിട്ടാണ് കിടക്കുന്നത്. ബട്ട് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല, കുറെ ആൾക്കാർ പണ്ട് മുതലേ കണ്ടുവരുന്ന, നമ്മുടെ ചാനൽ പണ്ട് മുതലേ കണ്ടുവരുന്ന ആൾക്കാരാണെങ്കിൽ പ്ലസ് വണ്ണിന്റെ നിങ്ങളെ ബോർഡ് എക്സാം നടക്കുന്ന സമയത്ത് നമ്മൾ ചെയ്ത മീൻസ് നിങ്ങളെ ബോർഡ് എക്സാമിന് വന്ന എല്ലാ ചോദ്യങ്ങളും നമ്മൾ ലൈവിൽ അതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിന്റെ പ്രൂഫ് കുറച്ച് പൊങ്കാല കിട്ടിയ വീഡിയോ കുറച്ച് തെറിയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നെങ്കിലും നമ്മൾ അതിന്റെ പ്രൂഫെല്ലാം ഇട്ടപ്പോഴാണ് കുറെ കുട്ടികൾക്ക് വിശ്വാസമായത്. അതേപോലെ തന്നെ ചരിത്രം ആവർത്തിച്ചിരിക്കുകയാണ് ഗൈസ്. പ്ലസ് വണ്ണിന്റെ മോഡൽ എക്സാമിന്റെ തലേ ദിവസം മാരത്തോണിൽ നമ്മൾ നടത്തിയ ലൈവ് കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങളൊന്ന് നമ്മുടെ ചാനൽ ഒന്ന് കയറിയാൽ മതി. അതിൽ നിങ്ങൾ കാണാത്ത ചോദ്യങ്ങളൊക്കെ ഉണ്ട്, ഇതുവരെ നിങ്ങൾ കാണാത്ത ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അത് അങ്ങനെ തന്നെ മാരത്തോണിലും ബൂസ്റ്ററിലുമായിട്ട് അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഷോർട്സ് ഒക്കെ നോക്കിയാൽ മതി, പ്ലസ് വൺ ചാനൽ നോക്കിയാൽ മതി. സോ ഞങ്ങൾ പറയുന്നത് കണ്ടപ്പോൾ എന്നാൽ പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് എക്സാം നമുക്ക് തകർക്കാൻ പറ്റും. ഇനി അതിനുള്ള സ്ട്രാറ്റജിയാണ് പറയാൻ പോകുന്നത്. വാട്ട് ടു ഡു, നമ്മൾ എന്ത് ചെയ്യും? ഇംപ്രൂവ്മെന്റ് എക്സാം തകർക്കാൻ വേണ്ടി പറ്റും. പക്ഷെ അതിൽ വേറൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ബേർഡൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യാതെ നിങ്ങൾക്ക് പ്ലസ് വൺ എക്സാം എഴുതാൻ വേണ്ടി പറ്റണം അല്ലെ. ഓൾറെഡി നിങ്ങൾക്ക് പ്ലസ് ടു ബോർഡ് എക്സാം എഴുതുന്നുണ്ട്. അപ്പോൾ പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് എക്സാം വലിയൊരു ബേർഡൻ ഇല്ലാതെ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റണം. സാർ ഞാൻ ഒരു കാര്യം പറയട്ടെ, എടാ ഷെയർ ചെയ്യാത്ത ആൾക്കാരെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യാത്ത ആൾക്കാരെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, സോ വാട്ട് ടു ഡു? ഫസ്റ്റ് പോയിന്റ്, ക്രിയേറ്റ് എ സ്ട്രാറ്റജി. സ്ട്രാറ്റജി ക്രിയേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇംപ്രൂവ്മെന്റ് എക്സാമും ബോർഡ് എക്സാമും ഒരുമിച്ചാണ് വരുന്നത്. സോ അവിടെ സ്ട്രാറ്റജി ഇല്ലെങ്കിൽ മൊത്തത്തിൽ പാളി പോകാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ഏതൊക്കെ ദിവസങ്ങൾ ഏതൊക്കെ ചാപ്റ്റർ പഠിക്കണം, ഒരു വ്യക്തമായ ടൈം ടേബിൾ വേണം. ബട്ട് അത് നിങ്ങൾ ഇനിയിപ്പോ ഉണ്ടാക്കിയിട്ട് കഷ്ടപ്പെടേണ്ട. ഓൾറെഡി നമ്മൾ അതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, കുറച്ച് കുട്ടികൾ അത് കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്കും കൂടി ഇടുന്നുണ്ട്. ആ വീഡിയോ കണ്ടതിന് എങ്ങനെ പഠിക്കാൻ മനസ്സിലാവും. അടിപൊളി സ്ട്രാറ്റജിയാണ്. വെറുതെ ഉണ്ടാക്കിയ ഒരു സ്റ്റഡി പ്ലാൻ അല്ല. ഈ ദിവസം അത് പഠിക്കും, ആ ദിവസം ഇത് പഠിക്കും. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. പ്ലസ് ടു ബോർഡ് എക്സാമിന് ഒരു രീതിയിലും ബാധിക്കാത്ത രീതിയിൽ, മീൻസ് അതിന് അഡ്വാൻറ്റേജ് ആവുന്ന രീതിയിലുള്ള സ്റ്റഡി പ്ലാൻ അത്. പ്ലസ് ടു ബോർഡ് എക്സാമിനും കൂടി നിങ്ങൾ സ്കോർ, വെറുതെ പറയുന്നതല്ല, നിങ്ങൾ കണ്ടുവെക്കൂ. പ്ലസ് ടു ബോർഡ് എക്സാമിനും കൂടി നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിനൊരിക്കലും ബാധിക്കാത്ത രീതിയിലൊരു സ്റ്റഡി പ്ലാൻ ഉണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കേണ്ടത് നിങ്ങൾ ചെക്ക് ചെയ്യാം. പിന്നെ അതേപോലെ സെക്കൻഡ് വൺ, ചെക്ക് ഔട്ട് ഓൾ കോണ്ടന്റ്സ് റിലേറ്റഡ് ടു പ്ലസ് വൺ ചാനൽ. അതായത് പ്ലസ് വൺ ചാനലിൽ വരുന്ന കോണ്ടന്റ്സ് നിങ്ങൾ എന്താക്കുക, ചെക്ക് ചെയ്യാൻ. നിങ്ങൾക്ക് വരുന്ന അതായത് ഏത് സബ്ജക്ട് ഇംപ്രൂവ് ചെയ്യുന്നത് അതുമായി റിലേറ്റ് ചെയ്ത കോണ്ടന്റ്സ് കണ്ട് നിങ്ങൾ എന്താക്കുക, പഠിക്കാൻ ശ്രമിക്കുക. കോണ്ടന്റ്സ് പറയുമ്പോൾ ലൈവ് ഉണ്ടാവും, അതേപോലെ തന്നെ വേറെ വീഡിയോ കോണ്ടന്റ്സ് ഉണ്ടാവും, ഷോർട്ട് കോണ്ടന്റ്സ് ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ എന്താക്കുക നോക്കി പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഉറപ്പായിട്ടും പറയാൻ പറ്റുന്നു പ്ലസ് വൺ മാത്സ് ഇംപ്രൂവ്മെന്റ് ഒരു വിഷയമായിരിക്കില്ല. അല്ല സാറേ, ഒരു ബേർഡൻ ഇല്ലാതെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ പ്ലസ് വൺ മാത്സ് ഇംപ്രൂവ്മെന്റ് നല്ലൊരു മാർക്കോട് കൂടി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ ക്വസ്റ്റിനും ഓൾറെഡി അറിയാം. നമ്മൾ അത്യാവശ്യം എല്ലാ ലെവൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാറുണ്ട്. സോ ലൈവിലേക്ക് വരാൻ മറക്കരുത്. അതേപോലെ തന്നെ പ്ലസ് വൺ മാത്സ് ഇംപ്രൂവ് ചെയ്യുന്ന മക്കളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ പ്ലസ് ടു ബോർഡിനുള്ളത് നിങ്ങൾ എന്തായാലും ഉണ്ടാവും. പ്ലസ് വൺ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ എന്താക്കുക, വേഗമായി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതിലെന്താക്കുക, ഇരുന്ന് പഠിക്കാൻ ശ്രമിക്കുക. ബാക്കി നമുക്ക് എന്താക്കാം, അടുത്ത കോണ്ടന്റ്സും കാര്യങ്ങളായിട്ട് കാണാം. സോ ബൈ പറയല്ലേ, ബൈ.